ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഈ അന്നമ്മോക്ക് വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. 6 മാസം കൂടുമ്പോഴാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഒറ്റയ്ക്ക് പോയി ഒരിടത്തും ശീലമില്ല. അപ്പോൾ നമ്മൾ ഗ്യാങ്ങായിട്ടാണ് പോകുന്നത്. റെജിയമ്മ, പൊന്നു, അന്നൂസ്, അമ്മു എല്ലാവരും ഉണ്ട് കേട്ടോ. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ മക്കളും വന്നിട്ടുണ്ട്. അമ്മുവും പൊന്നും ഒക്കെ ഹാപ്പി ആയിട്ട് ഇതാ കണ്ട എവിടെയോ ട്രിപ്പിന് പോകുമ്പോഴാണ് വരുന്നത്. വേറൊരിടത്തുള്ള ആശുപത്രിയിലാണ്. കുറച്ച് നേരം വണ്ടിക്ക് കാത്തിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ആട്ടോയിലാണ് നമ്മൾ പോകുന്നത്. വേറെ ആരുമല്ല, വിജയമാമൻ്റെ ആട്ടോയിലാണ് പോകുന്നത്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതാ പോവുകയാണ്. നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകൾ കാണും, നിങ്ങൾ ക്ഷമിക്കണം. നമ്മളങ്ങനെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഹെൽത്ത് സെൻറ്റർ പാങ്ങപ്പാറയിലാണ് നമ്മൾ പോയത്. അവിടെ കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് കളിക്കാൻ ഒറ്റയ്ക്ക് ചെറിയ ഇറങ്ങാൻ പേടിയായതുകൊണ്ട് പൊന്നുമാണ് സപ്പോർട്ട് ചെയ്ത്. ഈ കാണുന്നിടത്താണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ള OP ടിക്കറ്റ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഫ്ലെക്സ് വെച്ച് മറച്ചിരിക്കുന്നില്ലേ, അവിടെ നിന്നാണ് വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കിയത്. പിന്നെ ഈ നഴ്സുമാർ കുറച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ അകത്തൊരു ഹെൽത്ത് സാറുണ്ടായിരുന്നു. സാറാണ് ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞ്. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചു. ഡിവാമിങ് ചെയ്തിട്ട് 6 മാസം ആയതുകൊണ്ട് തന്നെ ഡോക്ടറെ കൂടെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീട്ടിലെത്തിയിട്ട് അന്നമോൾ ജനിച്ച സമയം തൊട്ട് കൊടുത്ത വാക്സിനും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. വെയിറ്റ്, ബാക്കി മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ്. അവൾക്ക് വൈറ്റമിൻ മരുന്ന് കൊടുത്ത സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കറക്റ്റ് 4/12 നമ്മൾ ഈ വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കേണ്ടത്. കുറച്ച് താമസിച്ചു പോയി. ഇത്തവണ ടോക്കൺ നമ്പർ 63 ആയിരുന്നു. വെയിറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. 4ാമത്തെ വൈറ്റമിനാണ്. വൈറ്റമിൻ എയുടെ 4ാമത്തെ ഡോസാണ് കൊടുത്തത്. പിന്നെ നമ്മൾ വിരയിളക്കിയിട്ട് 6 മാസം ആയതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ 6 ml വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടി. അതായത് അന്ന് രാത്രി തന്നെ 10 ml കൊടുത്തിട്ട് അടുത്ത ശനിയാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഡോസും കൂടെ കൊടുക്കണം. 2 ഡോസായിട്ടാണ് കൊടുക്കാറുള്ളത്. കൃത്യം 6 മാസം കൂടുമ്പം തന്നെ ഡിവാമിങ് ചെയ്യണം. വേറെ ഒന്നിനുമല്ല, പോഷകാഹാരക്കുറവ് ഉണ്ടാകാതിരിക്കാനാണ്. കഴിക്കുന്ന ആഹാരം കറക്റ്റ് ശരീരത്തിൽ വേണ്ടുന്ന വിധം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്നും പോയാലും ശനിയും ബുധനും ഒരു കളിപ്പാട്ടക്കാരൻ അടയ്ക്കും കേട്ടോ. ആ അങ്കിളിൻ്റെ എന്തെങ്കിലും മേടിക്കാതെ അവൾ വരില്ല. അപ്പോൾ ഈ തവണ വാങ്ങിച്ചതാണിത്. എങ്ങനെയുണ്ട്? വൈറ്റമിൻ്റെ മരുന്നൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ള കലാപരിപാടികളാണ് കേട്ടോ കാണുന്നത്. അമ്മുവിൻ്റെ, അമ്പിളുവിൻ്റെ, അന്നമ്മോൻ്റെയും ഡാൻസാണ്. റേഡിയോയിൽ പാട്ട് കേട്ടിട്ടാണ് കേട്ടോ ഡാൻസ് കളിക്കുന്ന രണ്ടുപേരും കൂടി ഒന്ന്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കഷ്ണം തണ്ണിമത്തൻ തറയെന്ന് കിട്ടിയത്. അതിനെ ചവിട്ടി അരയ്ക്കുകയാണ്. വീണ്ടും ഡാൻസ് തുടങ്ങിയിരിക്കുകയാണ്. യൂട്യൂബിൽ നമുക്ക് പാട്ടൊന്നും അങ്ങനെ അലോഡല്ല. കോപ്പിറൈറ്റും കാര്യങ്ങളും കിട്ടും. ഞാൻ പാട്ടെടുത്തിട്ട് കോപ്പിറൈറ്റ് കിട്ടി. പിന്നെ റെജിയമ്മയും പപ്പയും കൂടെ പപ്പയുടെ കൂട്ടുകാരനെ കൊണ്ടാക്കാൻ പോയിട്ട് വരണവരവാണ്. നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് വന്ന സമയത്ത് പപ്പയുടെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്കിളിനെ കൊണ്ടാക്കാൻ പോയിട്ട് വന്നതാണ്. അന്നമ്മോൾ ഭയങ്കര ഡാൻസാണ്. അന്നമ്മോളും മാത്രമല്ല, അമ്മു ഉണ്ട്, അവളെ കൊച്ചേച്ചിയാണ്. അപ്പോഴാണ് അവളെ കൂടെ പിടിച്ച് കളിക്കാൻ നോക്കിയത്. എന്നെ പിടിക്കാനൊന്നും വേണ്ട, വിട് എന്നുള്ള ഇതിൽ പിണങ്ങി വീണ്ടും രണ്ടുപേരും കൂടെ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോയിട്ട് വന്നപ്പോൾ ഒരു തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇരുന്ന് കഴിക്കട്ടെ. പിന്നെ അമ്പിളുവും അമ്മുവൊക്കെ ഡാൻസിൻ്റെ ബാക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.